രാത്രി ലൈവില് സായി, സിജോ, അർജുൻ എന്നിവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. നാളത്തെ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിരുന്ന് സംസാരിക്കുകയാണ്. കൂട്ടത്തിൽ പവർ റൂമിനെ കുറിച്ചും. പവർ റൂമിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ പവർ റൂമിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അൻസിബയാണ് എന്ന് പറയുന്നുണ്ട് അവിടെ സായി. അപ്പൊ അവർ പറയുന്നുണ്ട് ശരിയാണ്, അത് തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോറ ശരിക്കും പെട്ടിരിക്കുന്നത് നോറയാണ്. നോറയ്ക്ക് ഒരു രക്ഷയില്ലാതെ ശരിക്കും പെട്ടിരിക്കുകയാണ്. അഭിഷേകും പെട്ടു എന്നാണ് അവർ പറയുന്നത്. അവിടെ അൻസിബയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അഭിഷേകിന് പോലും ഒരു റോളില്ല അവിടെ. അൻസിബ എന്ത് പറയുന്നോ അതനുസരിക്കുന്ന ആൾക്കാരാണ് ബാക്കി എല്ലാവരും എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവിടെ വീണ്ടും അവിടെ പറയുന്നുണ്ട് സായി, ഇവിടെ ബിഗ് ബോസിന്റെ കളിയാണ് നടക്കുന്നത്. അൻസിബയെ പൊട്ടിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത്. അൻസിബ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കയറി പൊട്ടണം, അതാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എടുത്ത വഴിക്ക് അവിടെ അർജുൻ പറയുന്നുണ്ട് അതിനിപ്പോൾ അധികം സമയമൊന്നും വേണ്ട, നാളെ പൊട്ടിക്കോളും അൻസിബ എന്ന് പറയുന്നുണ്ട്. നാളത്തെ ടാസ്കിൽ അക്കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര എളുപ്പത്തിൽ ചെയ്യാനായിട്ട് അൻസിബനെ കൊണ്ട് സാധിക്കില്ല. അൻസിബ നാളെ കയറി പൊട്ടുമെന്ന് അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സായി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയായാലും അൻസിബ ടോപ്പ് 5 എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ അർജുനും പറയുന്നുണ്ട് അത് ശരിയാണ്, ഇങ്ങനെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ചവിട്ടിക്കൊണ്ട് എങ്ങനെ പോയാലും അൻസിബ മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീര ട്വിസ്റ്റാണ്. ബാക്കിയുള്ളവർ എല്ലാവരും പൊട്ടന്മാരായിക്കൊണ്ട് അൻസിബരെ കൂടെ നിൽക്കുന്ന എല്ലാവരും പൊട്ടന്മാരാക്കിക്കൊണ്ട് അൻസിബ അവിടെ ടോപ്പ് 5 എത്തും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് നമുക്കിപ്പോൾ തോന്നുന്ന കാര്യം തന്നെയാണ്. അൻസിബ ഇപ്പോൾ ഭയങ്കര കയറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ ടാസ്കുകളൊന്നും അൻസിബ ചെയ്യാറില്ല, ടാസ്കുകളോ ഗെയിമുകളൊന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ട് അൻസിബയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അൻസിബയ്ക്ക് നല്ലൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ വരുന്നുണ്ട്. ജിൻഡോ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അൻസിബയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻസിബ ടോപ്പ് 5 വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അൻസിബ ഇങ്ങനെ പരസ്യമായിട്ട് ഇരുന്നിട്ട് വഴക്കിടാനായിട്ട് അധികം പോയിട്ടില്ല. രഹസ്യമായിരുന്ന് സീക്രട്ടുകായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാനേ അൻസിബ നിൽക്കാറുള്ളൂ. പക്ഷെ പരസ്യമായിട്ട് അൻസിബയിൽ നിന്ന് ഒരു പൊട്ടൽ, അതാണിപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുകയാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ.